ഹായ് ഓൾ, വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ വിൽ യു മെഷർ ദ പെർഫോമൻസ് ഓഫ് ആൻ അൽഗോരിതം. നമ്മളൊരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസിനെ എങ്ങനെ മെഷർ ചെയ്യാം? അപ്പോൾ നമ്മൾ പീസ് ഡിസ്ക്രിപ്ഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്തുവാ, അത് ആക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അപ്പോൾ മെയിൻലി അൽഗോരിതത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു 4 ഫാക്ടേഴ്സാണ്. ഒന്ന് കംപ്ലീറ്റ്നെസ്, ഒന്ന് ഒപ്റ്റിമാലിറ്റി, ഒന്ന് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. ഇതൊക്കെ നമ്മൾ ഓരോ അൽഗോരിതത്തിൻ്റെ സെപ്പറേറ്റ് നോക്കിയതുമാണല്ലേ. വി ക്യാൻ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ആൻ അൽഗോരിതം ഇൻ 4 ways. ഒരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് 4 രീതിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഒന്നാമത്തേത് കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ടേമാണ് ഗ്യാരൻറ്റീഡ്. അതായത് ഒരു അൽഗോരിതം യൂസ് ചെയ്താൽ ഒരു സൊല്യൂഷൻ തരുമെന്ന് എത്ര ഗ്യാരൻറ്റി ചെയ്യുന്നു വെച്ചാൽ അൽഗോരിതം എത്ര ഉറപ്പ് നൽകുന്നു, അതിനെയാണ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. ഈസ് ദ അൽഗോരിതം ഗ്യാരൻറ്റീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ വെൻ ദെയർ ഈസ് വൺ. അതായത് ആ ഒരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു അൽഗോരിതം പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂഷൻ തരാനായിട്ട് അത് ഗ്യാരൻറ്റീഡ് ആണോ, അതിനെയാണ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ആ അൽഗോരിതം നമുക്ക് ആക്യുറേറ്റ്, ഒപ്റ്റിമൽ, പ്രിസൈസ് എന്ന് പറയുന്നത്, അതായത് ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തരുന്നോ ഇല്ലയോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത്. ഡസ് ദ സ്ട്രാറ്റജി ഫൈൻഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഈ ഒരു അൽഗോരിതത്തിൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നോ ഇല്ലയോ. ഇനി ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. നോർമലി ഒരു അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേന് എന്തായിരിക്കണം, കുറച്ച് ടൈമേ എടുക്കാൻ പാടുള്ളൂ അല്ലേ. അതായത് ഫാസ്റ്റർ എക്സിക്യൂഷൻ ആയിരിക്കണം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് എത്ര നേരം എടുത്താണ് അതൊരു സൊല്യൂഷൻ തരുന്നത് എന്ന് കാണിക്കുന്നതാണ് ടൈം കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് മെമ്മറി ഈസ് നീഡഡ് ടു പെർഫോം ദി സെർച്ച്. ആ അൽഗോരിതത്തിൻ്റെ സെർച്ചിലൂടെ ഉത്തരം കണ്ടുപിടിക്കാൻ എത്ര മെമ്മറി അതിനാവശ്യമാണ്, അതാണ് എന്ത്, സ്പേസ് കോംപ്ലക്സിറ്റി. അപ്പോൾ ലെസ് മെമ്മറി എടുത്തിട്ടല്ലേ അൽഗോരിതം എന്ത് ചെയ്യാവുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സ് നിങ്ങൾ മറന്നു പോകരുത്. എന്തൊക്കെയാണ്? കംപ്ലീറ്റ്നെസ്, ഒപ്റ്റിമാലിറ്റി, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ആ അൽഗോരിതം ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുമെന്നുള്ള ഗ്യാരൻറ്റീനെയാണ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നേരം എടുത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് ഫാസ്റ്റ് എക്സിക്യൂഷൻ ആയിരിക്കണം. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര മെമ്മറി ഇതെടുക്കുന്നു, അപ്പോൾ ലെസ് മെമ്മറി ആയിരിക്കണം. ഇനി നമ്മളീ പറഞ്ഞ ടൈം കോംപ്ലക്സിറ്റിയിലും സ്പേസ് കോംപ്ലക്സിറ്റിയിലും ഒരു കോംപ്ലക്സിറ്റി ഉണ്ട്. ഈ കോംപ്ലക്സിറ്റി നമുക്ക് 3 ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ബി, ഒന്ന് ഡി, ഒന്ന് എം. ബി, ഡി, എം. ബി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സപ്പോസ് ഇത് നോഡാണെങ്കിൽ ഇതിന് മാക്സിമം എത്ര ചൈൽഡ് നോഡ് വരുന്നു അതാണ് ഒരു നോഡിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ. അപ്പോൾ ഈ നോഡിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ എത്രയായിരിക്കും? മാക്സിമം 2 ചൈൽഡ് നോഡ് വരുന്നുണ്ട്, 2. ഈ നോഡിൻ്റെ ബ്രാഞ്ചിങ് ഫാക്ടർ എത്രയായിരിക്കും? 0. കാര്യം എന്താ, ഒരു ചൈൽഡ് നോഡും ഇല്ല. പിന്നെ ഡെപ്ത് ഓഫ് ദ ഷാലോവസ്റ്റ് ഗോൾ നോഡ്. സപ്പോസ് ഇത് ട്രീ ആണെങ്കിൽ ഈ ട്രീയുടെ ഗോൾ നോഡ് എന്ന് പറയുന്നത് ഈ ജി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ആഴത്തിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. എം എന്ന് പറയുന്ന മാക്സിമം ലെങ്ത് ഓഫ് എനി പാത്ത്, മീൻസ് അതിൻ്റെ പാത്ത് ലെങ്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ട്രീ ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഗോൾ നോഡെന്ന് വിചാരിക്കുക. അപ്പം ഇതിലെ ഡെപ്ത് എന്ന് പറയുമ്പം ഇത് ലെവൽ 0, ഇത് ലെവൽ 1, ഇത് ലെവൽ 2. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ലെവൽ 2-ലാണ്. ഇനി എം എന്ന് പറഞ്ഞാൽ മാക്സിമം ലെങ്ത് ഓഫ് പാത്ത്. ഇതിലെ പാത്ത് ലെങ്ത് എത്ര? ഇവിടെ തൊട്ട് ഇവിടെ വരെ 1, ഇവിടെ തൊട്ട് ഇവിടെ വരെ 2. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതാണ് കോംപ്ലക്സിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന 3 ടേംസ്.